നമസ്കാരം. രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴെല്ലാം കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന പതിവുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ല. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രസ്താവനകളെങ്കിലും അവ ഭാരതത്തിലെ മുസ്ലിങ്ങളിൽ അന്യതാബോധം കുത്തിവെക്കുന്നവയാണ്. കോൺഗ്രസിന് ആവശ്യവും അതുതന്നെയാണ്. തങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമല്ലെന്നും കോൺഗ്രസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കാലാകാലങ്ങളായി രാജ്യത്ത് ജീവിക്കാൻ സാധിച്ചതെന്നുമുള്ള തെറ്റായ വിശ്വാസം മുസ്ലിം സമൂഹത്തിൽ നിറയ്ക്കാൻ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ കോൺഗ്രസ് ശ്രമിച്ചു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്. രാജ്യത്തെ ജനങ്ങളെ അപകടകരമാം വിധം മതാടിസ്ഥാനത്തിൽ വിഭജിക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നത് കാലങ്ങളായുള്ള കോൺഗ്രസ് നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ജോലിയാണ്. 10 വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ മാറിയ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ വേർതിരിവ് സൃഷ്ടിക്കൽ വിജയിക്കാനുള്ള സാധ്യത തീരെയില്ല. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും മുത്തലാഖ് നിരോധനം പോലുള്ള നിയമ നടപടികളും മൂലം പ്രധാനമന്ത്രി മോദിക്ക് മേൽ മുസ്ലിം സമൂഹത്തിൽ കൈവന്നിരിക്കുന്ന വിശ്വാസം കോൺഗ്രസിൻ്റെ വിഭജന നീക്കങ്ങളെ നിരാശപ്പെടുത്തുന്നതാണ്. എങ്കിലും അവർ വിഭജനത്തിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം വിഭാഗീയതയ്ക്കായി പരിശ്രമിക്കുകയാണെന്നും അവരുടേത് തീക്കളിയാണെന്നുമുള്ള കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട്. 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചാരണം ഏത് വിധേനയാണ് മുന്നോട്ട് പോകുന്നതെന്ന വസ്തുത, മുംബൈ ഭീകരാക്രമണത്തെയും കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തെയും ന്യായീകരിച്ചും BJP-യാണ് ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതാണ് വിവാദമായിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറയെ കൊലപ്പെടുത്തിയത് കസബല്ലെന്നും RSS ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുമാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വിജയ് വാദേട്ടിവാർ ആരോപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന പ്രസ്താവന നടത്തിയത് പാകിസ്ഥാനിലെ മുൻ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന ചൗധരി ഫവാദ് ഹുസൈനാണ്. ഇമ്രാൻഖാൻ ക്യാബിനറ്റിലെ പ്രധാനിയായ ഫവാദ് ഹുസൈൻ്റെ പ്രസ്താവനയെ തള്ളിപ്പറയാതെ മൗനം തുടർന്ന കോൺഗ്രസ് നടപടി ഏറെ വിവാദമായിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ വിഷയം ഉയർത്തിയതോടെ കോൺഗ്രസ് വായ് തുറന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് മുംബൈ ഭീകരാക്രമണത്തെയും പൂഞ്ച് ആക്രമണത്തെപ്പറ്റിയും വിവാദ പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ശത്രുവല്ലെന്ന പ്രസ്താവനയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്ന വേളയിൽ കർണാടകയിലെ കോൺഗ്രസ് നേതാവ് BK ഹരിപ്രസാദ് രംഗത്തെത്തിയിരുന്നു. BJP-ക്ക് പാകിസ്ഥാനിൽ ഏജന്റുമാരുണ്ടെന്ന് പരാമർശം നടത്തിയത് ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് പ്രസിഡന്റ് വികാർ റസൂലാണ്. കോൺഗ്രസ് ഭരണകാലത്ത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ കശ്മീരിൻ്റെ ഭാഗമായ പാക് അധിനിവേശ കശ്മീരിന് വേണ്ടി സംസാരിച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെതിരെയും കോൺഗ്രസും ഇന്ത്യ സഖ്യകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഭാഗമായി മാറാൻ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങളിൽ നിന്ന് അധികം വൈകാതെ ആവശ്യം ഉയരുമെന്നായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് വേളയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തുന്ന പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ അടിത്തറ മാന്തി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ഭാരതത്തിൽ ദുർബലമാകുമ്പോഴെല്ലാം കരയുന്നത് പാകിസ്ഥാനാണെന്ന പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളിൽ ആർക്കൊപ്പമാണെന്ന് വ്യക്തവുമാണ്.